ഡോക്ടർ ആദിൽ, കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യൻ വന്നിരുന്നുണ്ട്, ഒന്ന് നോക്കണം. ഓക്കെ ഡോക്ടർ. മതി, ഞാൻ നാളെ വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്തിന്? എല്ലാരും ഒന്ന് കാണാൻ. കണ്ടേച്ച് പൊക്കോണം. ഇവിടെ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. സെറീന, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ അതി ഇത്? ഞാൻ ഇന്ന് എന്തായാലും വരുന്നുണ്ട്. ഹായ് അതി. ഓ ആശ. മോളെ വാ. ഞാൻ ആദിക്കൊരു സർപ്രൈസായി വന്നതാ. എന്ത് സർപ്രൈസ്? കല്യാണം 2 വർഷം കഴിഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞ് 1 വർഷം ആക്കിയിട്ടുണ്ട്. അപ്പ വികാരി അച്ഛനെ കണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അമ്മ എന്താ ഇവള് പറയുന്നേ? അതെ മോനെ, മോൾ എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു. മോൾ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ ഞാനും സർപ്രൈസായി. എന്തിനാ ഇത്ര ധൃതി? ഒരു 5 ഇയർ കഴിഞ്ഞ അല്ല. പോരാ, ഉടനെയാണ്. നീ UK പോകുന്നതിന് മുന്നേ എല്ലാം വേണം. അത് അമ്മ. നോ ആദി, ഇത് എന്റെ തീരുമാനം മാത്രമല്ല, അപ്പാടേയും കൂടാ. സെറീന. സർ, ചായ. സർ. എന്താ? സർ, ചായ. കൊണ്ടുപോ നിന്റെ ചായ. കൈ നീറുന്നല്ലോ. എന്ത് ചെയ്തിട്ടും പുകച്ചില് മാറുന്നില്ലല്ലോ. നീ രാത്രി ഒത്തിരി ജോലിയുണ്ട് ചെയ്യാൻ. എന്റെ മഹാദേവ, എനിക്ക് എന്തിനെങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തരുന്നത്? പാർവതി, അതാ വരുന്നു. ആ സെറീന വന്നിട്ട് എന്തായി? ഒന്നും പറയണ്ട. കല്യാണം കുറച്ചുകൂടെ നേരത്തെ ആക്കിക്കൊണ്ട അവള് വന്നത്. ഈ കുരിശ് എങ്ങനെ ഒഴിവാക്കൂടാ? എന്റെ കയ്യിൽ ആ ഫോട്ടോസ് ഇല്ലേ? ഇനി അത് പപ്പായ്ക്കും മമ്മിക്കും അയക്കേ. എന്നിട്ട് തുടങ്ങിക്കോ നമ്മുടെ പ്ലാൻ. ഞാൻ ഇപ്പൊ തന്നെ അയക്കുക. അവൻ ഫോൺ എടുത്ത് പിക് സെൻഡ് ചെയ്തു. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഹേയ് കുട്ടി. എന്തെങ്കിലും വേണോ ഡോക്ടർ സാർ? താൻ ഇവിടെ ഇരുന്നാണോ ഫുഡ് കഴിക്കുന്നത്? അതെ. അകത്തെ ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് കഴിക്കാൻ. എനിക്കിത് ശീലാ. ഇല്ലത്താണേലും ഞാൻ തറയിലിരുന്ന് ആഹാരം കഴിക്കാറ്. ഏട്ടത്തിയുടെ കുട്ടികളും ഏട്ടന്മാരും ഒക്കെ ഇതുപോലെ വലിയ മേശമേലിരുന്നാ കഴിക്കാറ്. എനിക്ക് ശീലം ഇതാ. ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിലും ഇന്നെ ആരും അവിടെ ഇരുത്താറില്ല. എനിക്ക് അത് ശീലമില്ല. കഴിച്ചോണ്ടിരിക്കുമ്പോ കുട്ടികളെ കളിയാക്കും. പാലിക്കാരിയാണോന്ന് ചോദിച്ചു. കുട്ടികളല്ലേ, ഞാൻ ചിരിക്കും. തന്റെ വീടല്ലേ അത്? അച്ഛനും അമ്മയും ഇതൊന്നും കാണില്ലേ? എല്ലാം കാണുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാരോടും സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നത് ഏതേലും ലോകത്തിരുന്ന് കാണുന്നുണ്ടാവും. തന്റെ അച്ഛനും അമ്മയും മരിച്ചു. എനിക്ക് 5 വയസ്സുള്ളപ്പോ. ആത്മഹത്യയാണെന്ന എല്ലാരും പറയണേ. എല്ലായിടത്തും അവർ പോകുമ്പോ എന്നെയും കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇതിന് മാത്രം അവരെന്നെ കൂട്ടിയില്ല. പാർവതി, എനിക്ക് ആരുമില്ല സാർ. ഞാൻ ഒറ്റയ്ക്ക. ഉണ്ണിയേട്ടൻ ഞാൻ ആരുമല്ലാന്ന് ചേട്ടത്തിയോട് പറഞ്ഞത് കേട്ടപ്പം മുതൽ ഉള്ളിൽ കൊണ്ട് നടക്കുക എന്റെ ഈ വിഷമ. ആരോടും പറയാനില്ല. മനസ്സിലെ ഭാരമൊന്ന് ഇറക്കി വെക്കാം. എനിക്ക് ആരുമില്ല സാർ. ഈശ്വരൻ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്? പാർവതി, എനിക്ക് തന്റെ കഥകളൊന്നും അറിയില്ലായിരുന്നു. അയ്യോ ക്ഷമിക്കണം, ഞാൻ അറിയാതെ എല്ലാം പറഞ്ഞു പോയതാ. ഉള്ളിലുള്ള വിഷമം അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണം. ചേട്ടത്തി സാറിനോട് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലു. ആരും തന്നെ ഒന്നും പറയില്ല, ഞാനാ പറയുന്നത്. തന്നോട് എനിക്ക് സംസാരിക്കണം. തന്റെ മനസ്സുള്ളതെല്ലാം എന്നോട് പറഞ്ഞു. ഒരുപാട് വിഷമം പേറിയ താൻ നടക്കുന്നതെന്ന് ഇന്ന് മനസ്സിലായി. അത് ആരോടേലും തുറന്നു പറയാനല്ലേ താൻ മെന്റലി ഇല്ലാകൂ. അത് വേണ്ട സാർ. ആരെങ്കിലും ഞാൻ സാറിനോട് സംസാരിക്കുന്നത് കണ്ട? ആരും കാണില്ല. താൻ ആ ട്രീ ഗാർഡൻ ഇല്ലേ, അവിടേക്ക് വാ. നാളെ ഇവിടെ ആരും കാണില്ല. കുറെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമില്ലേ, ബെഞ്ചൊക്കെ ഉള്ളത്, അവിടെ. പോട്ടെ സാർ. അടുക്കള വൃത്തിയാക്കണം. ശരി, പൊക്കോ. പാപം പാർവതി. ദൈവമേ, ആ ഫോട്ടോ അത് പപ്പയും മമ്മിയും കാണാൻ പാടില്ല. അത് കണ്ട പാർവതി എന്നെ 20 അവരുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം.
പപ്പ, എന്താ ആദി? ആ, ഫോണിങ് തന്നെ. എന്താ കാര്യം? ആ, എൻ്റെ ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല. ഒരു ഫയൽ സെൻഡ് ചെയ്യാനായിരുന്നു. ശരി, ദാ. ദൈവമേ, പപ്പ കണ്ടിട്ടില്ല. ഡിലീറ്റ് ചെയ്തേക്കാം. ഇതൊക്കെ ആയി. ഇനി മമ്മിയുടെ. അമ്മ, എന്താ ആദി? ഞാനൊരു കോൾ ചെയ്തോട്ടെ. ആ ഫോണിങ് തന്നെ അമ്മ. നിന്റെ ഫോണിൽ എന്താ പറ്റി? റേഞ്ച് കിട്ടുന്നില്ല. എന്താ? അശോ, ഇത് അമ്മ കണ്ടിട്ടുണ്ടല്ലോ. എന്താടാ? ഇത് എന്താ? ആ അഖിൽ ഫോൺ എടുത്തോണ്ട് പോകുന്നത് കണ്ടായിരുന്നു. ഇപ്പോഴാ കൊണ്ടു തന്നെ. അവൻ വല്ലതും കുളമാക്കിയോ? ചോദിച്ചോ ദൈവമേ. പാർവതിയുടെയും എന്റെയും ഫോട്ടോ. ഷേ, അവനോട് എന്തു പറയും ഞാൻ? ആദി, എന്താ അമ്മ? അഖിൽ നിന്നെ വിളിക്കുന്നു. ചെല്ല. എന്താ അഖിൽ നീ വിളിച്ചത്? നിന്റെ കല്യാണം ഉടനെ കാണും അല്ലേടാ? ആ, കാണും. നീ എന്തിനാ വിളിച്ചത്? കാര്യം പറ. എപ്പോഴും ഞാനല്ലേ മോശക്കാരൻ? എന്റെ അനിയൻ എന്ത് സൽഗുണ സമ്പന്നൻ. കാര്യം പറയടാ. നീ ഇവിടുത്തെ വേലക്കാരി പെണ്ണുമായിട്ടുള്ള കുൽസിത ഫോട്ടോസ് എനിക്ക് കിട്ടി. നീ അമ്മയ്ക്ക് അയച്ചതാണോ അതോ അറിയാതെ സെൻഡ് ആയതാണോ? നീ എന്തിനാ അതെടുത്ത് നോക്കിയത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയും ആ പെണ്ണും തമ്മിൽ എന്താ? എന്തെന്താന്നോ? ഒന്നുമില്ലേ? ഒന്നുമില്ല. നിന്നോട് ഇതൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലേ? പ്രേമമോ? ഒന്ന് പോടാ. പ്രേമം. ഓക്കെ. അപ്പൊ ആ പിക്കിൽ കണ്ടത് അത്. ഓ, ഓക്കെ, ഇപ്പം മനസ്സിലായി. വലിയ വീട്ടിലെ പിള്ളേർക്ക് വേലക്കാരി പെൺപിള്ളേരോട് ചിലതൊക്കെ തോന്നും. സ്വാഭാവികം. പിന്നെ ഇതൊന്നും സെറീന അറിയണ്ട. ഡാ, ശ്ശേ. ഡാ ആദി, എല്ലാം ശരിയായോ? ആ, അഖിൽ അത് കണ്ടടാ. അഖിൽ എങ്ങനെ കണ്ടു? അത് അല്ല, നീ എന്തിനാ അത് ഡിലീറ്റ് ചെയ്തേ? പിന്നെ ഡിലീറ്റ് ചെയ്യാതെ അമ്മയോ പപ്പയോ അത് കണ്ടാലോ? കാണാൻ വേണ്ടിയല്ലേ അത് ഇട്ടേ? ആന്ന്, പക്ഷെ അത് അത് വേണ്ട. അതെന്നാ നല്ല അവസരമാ കിട്ടിയേക്കുന്നെ. ഡാ, അത് വേണ്ട. കല്യാണം മുടക്കാൻ വേറെ എന്തെങ്കിലും രീതി നമുക്ക് നോക്കാം. പക്ഷെ ഇത് വേണ്ട. ആ ഒന്നും അറിയാത്ത പെണ്ണോട് പേരുദോഷം കേൾക്കേണ്ടി വരും. പക്ഷെ നീ അങ്ങനെ അല്ലല്ലോ അന്ന് പറഞ്ഞത്. മാത്രമല്ല, നീ എന്തിനാ പാർവതിയെ കുറിച്ച് ചിന്തിക്കുന്നേ? അവളെ കൂടി വന്ന അങ്ങ് പറഞ്ഞു വിടും. വിടട്ടേന്നേ. അത് വേണ്ട. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുള്ള പെണ്ണ. അതുകൊണ്ട് ഈ ജോലിയൊന്നും കളയിക്കണ്ട. അത് ഡാ, നമുക്ക് മറ്റെന്തെങ്കിലും നോക്കാം. ശരി. യാ, ഞാനിന്ന് ലീവാ. ആ, അതെ, ഒരു ഫംഗ്ഷൻ ഉണ്ട്. യാ, ഓക്കെ, ശരി. ഡോക്ടർ സാർ. വാ പാർവതി. സെറ്റ്. ഏ? ഇരിക്ക്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. താൻ ഇരിക്കടോ. ഉം. ഓക്കെ. തന്റെ വീട് എവിടാ? ഞാനൊരു ഇല്ലത്താ ജനിച്ചത്. എൻ്റെ അച്ഛൻ വാമദേവൻ നമ്പൂതിരി, അമ്മ സരസ്വതി. ഞാൻ ഒറ്റ മോളാ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനും അമ്മയും നല്ല സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത്. എൻ്റെ 5ാമത്തെ പിറന്നാളിൻ്റെ അന്ന് കിടപ്പറയിൽ വിഷം കഴിച്ച് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അന്നു മുതൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ആ വീട്ടിലെ രാജകുമാരിയായിരുന്ന ഞാൻ വെറും ഒരു ബാല്യക്കാരിയായി. അമ്മായി മക്കളും എല്ലാം കരസ്ഥമാക്കി. പിന്നീട് അങ്ങോട്ട് എനിക്ക് നല്ല നാളുകളല്ലായിരുന്നു. എനിക്ക് ആരുമില്ല. ഈ ലോകത്ത് എൻ്റേതെന്ന് പറയാൻ ആരുമില്ല. താൻ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇപ്പോ ഇവിടേക്ക് വന്നില്ലേ? ഇവിടെ താൻ ഒരു സെർവന്റ് ആണെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ട് തന്റെ കൂടെ, കേട്ടോ. ഓഹോ, ഇവന്റെ കൂടെ ആയിരുന്നു. കൊള്ളാമല്ലോ. എങ്കിലും ആദ്യം ഇങ്ങനൊക്കെ ആകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണിനെ കണ്ട ആർക്കാ മോഹം തോന്നാത്തെ?
ഒന്ന് മുട്ടി നോക്കാം. ഡാ ആദി, ഇയാളോ? പാർവതി താൻ പൊക്കൊച്ചില്ല. ഉം, നീ പോവാണോടി? അതെ സർ. എന്തായിരുന്നു ഇവിടെ? നിനക്കറിയില്ലേ ഇവിടുത്തെ സാറുമാരോട് സംസാരിക്കരുതെന്ന്? അയ്യോ, എന്നോട് ക്ഷമിക്കണം. പാർവതി താൻ പൊക്കോ, ചെല്ല. ഉം, അവിടെ നിൽക്ക്. എനിക്കൊരു കോഫി വേണം, നല്ല കടുപ്പത്തിൽ. പിന്നെ അതെന്റെ റൂമിൽ കൊണ്ട് തരണം, കേട്ടല്ലോ? ഉം. ഇനി പോ. ഡാ ആദി, ഞാനൊരു ഡിസ്റ്റർബൻസ് ആയോ നിനക്ക്? ഒന്ന് പോടാ. എന്തായാലും അവളൊരു കീട്ടിലെ ഐറ്റം തന്നെ. നിനക്കെന്താകിൽ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെയുള്ള സംസാരം കൊണ്ട് വരരുതെന്ന്. ഓക്കെ, ഞാൻ സംസാരിച്ചാലാ പ്രശ്നം. നിനക്ക് ചെയ്യുന്നതിന് നോ പ്രോബ്ലം. എന്ത് ചെയ്തു? നീയും അവളുമായി പലതും നടന്നു. നീ പോയി മാനത്തോട്ട് നോക്കി നിൽക്കും. അവൻ വന്നിരിക്കുന്നു. നീ ഒരു CBI തെളിവെടുക്കാൻ മാറി നിൽക്കുക അങ്ങോട്ട്. നിന്റെ യൂസ് കഴിഞ്ഞുകൊണ്ട് നീ ഇങ്ങനൊക്കെ പറയുന്നു. ഇനി ഞാനൊന്ന് യൂസ് ചെയ്യട്ടെ. സർ, അകത്തേക്ക് വന്നോട്ടെ? വാ വാ, കോഫിയോടെ വെച്ചേക്ക്. വേറെ എന്തെങ്കിലും വേണോ സർ? നിക്ക് നീ എവിടെ? ഞാൻ പറയുന്ന കൂട്ട് നീ ചെയ്യും. ഉം, ഓക്കെ, എന്നാ നീ എന്റെ ഷർട്ടിന്റെ ബട്ടൺ ഊരിത്താ. സർ, ഊരിത്താടി. അത് ഞാൻ. എനിക്ക് കൈയൊക്കെ നല്ല വേദന, അതാ പറഞ്ഞത്. ഉം, നീ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സെക്സി ആണല്ലോ. എന്താ സർ? എനിക്ക് മനസ്സിലായില്ല. ഏയ്, നിനക്ക് അതൊക്കെ വഴിയെ മനസ്സിലാകൂ. ഇനി എന്റെ ഷൂസ് ഊര്. നിനക്കിതിനൊക്കെ ആദ്യം എത്ര രൂപയാ തരുന്നേ? രൂപയോ? ഡീ മോളെ, നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്റെ ബോഡി ഒന്ന് മസാജ് ചെയ്തു തന്നേ. ബോഡി? എന്റെ ദേഹത്ത് മസാജ് ചെയ്തു തരാൻ. ദേഹത്ത്? ഞാൻ ചെയ്തു തരാനല്ലേ നിന്നോട് പറഞ്ഞേ? ചെയ്.